ലോകത്തിന്റെ എണ്ണ വിതരണ ശൃംഖലയുടെ നിർണായക വാതായനമായ ഹോർമുസ് കടലിടുക്ക് ഇന്ന് വെറും വ്യാപാരപാതയല്ല. മഹാശക്തികളുടെ അഭിമാനവും സാമ്പത്തിക താൽപ്പര്യവും സൈനിക തന്ത്രങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അപകടകരമായ വേദിയായി അത് മാറിയിരിക്കുന്നു. ഒരു വശത്ത് അതിപ്രബല നാവികസേനയുമായി അമേരിക്ക, മറുവശത്ത് സ്വന്തം തീരപ്രദേശത്തെ ഒരു കോട്ടയായി മാറ്റിയ ഇറാൻ. ശക്തിയുടെ പരമ്പരാഗത അളവുകോലുകൾ ഇവിടെ പലപ്പോഴും പരാജയപ്പെടുന്നു. കാരണം ഈ പോരാട്ടം വലിപ്പത്തിൻ്റെതല്ല, ബുദ്ധിയുടെയും വേഗത്തിൻ്റെയും സമയത്തിൻ്റെയും പോരാട്ടമാണ്. ഭീമൻ യുദ്ധക്കപ്പലുകളും അത്യാധുനിക ആയുധങ്ങളും ഉള്ളവർക്ക് മുന്നിൽ ചെറിയ ശക്തികൾക്ക് നിലനിൽപ്പില്ലെന്നായിരുന്നു പൊതുധാരണ. പക്ഷേ ഹോർമുസ് കടലിടുക്കിൽ ഇന്ന് എഴുതപ്പെടുന്നത് അതിന് പൂർണ്ണമായും വിപരീതമായ കഥയാണ്. ഇവിടെ ഭീഷണിയാകുന്നത് സമുദ്രത്തെ കീറി മുന്നേറുന്ന ഭീമൻ യുദ്ധവാഹിനികളല്ല, മറിച്ച് കണ്ണിറുക്കും മുമ്പ് പ്രത്യക്ഷപ്പെട്ട് ആക്രമിച്ച തിരകളിൽ ലയിച്ചുപോകുന്ന ചെറുതും അതിവേഗവുമായ കപ്പലുകളാണ്. വലിപ്പത്തിൽ ചെറുതായിരുന്നാലും അതിവേഗ സഞ്ചാരശേഷി പെട്ടെന്നുള്ള ആക്രമണ കഴിവുകൂട്ടമായി നീങ്ങുന്ന തന്ത്രം ഇടുങ്ങിയ ജലപാതകളിൽ എളുപ്പം പ്രവർത്തിക്കാനുള്ള ശേഷി എന്നിവയാണ് ഇവയെ അപകടകരമാക്കുന്നത്. ചില ബോട്ടുകൾ മിസൈലുകൾ വഹിക്കുമ്പോൾ ചിലത് റോക്കറ്റുകളും മെഷീൻ ഗണ്ണുകളും ഉപയോഗിക്കും. മറ്റു ചിലത് ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാനും നിരീക്ഷണ സംവിധാനങ്ങളെ മറികടക്കാനുമായി വിന്യസിക്കപ്പെടുന്നു. ഇറാന്റെ ഫാസ്റ്റ് ട്രാക്ക് കപ്പലുകൾ പലർക്കും ചെറുബോട്ടുകളായി തോന്നാം, എന്നാൽ അവയുടെ യഥാർത്ഥ ശക്തി ഇരുമ്പിൽ അല്ലവയുടെ പിന്നിലെ ആശയത്തിലാണ്. വമ്പൻ സൈനിക ശക്തികളെ നേരിടാൻ അതേ മാതൃകയിൽ തന്നെ പോരാടേണ്ടതില്ലെന്ന തിരിച്ചറിവാണ് അവയുടെ അടിസ്ഥാനം. കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് വലിയ എതിരാളിയെ സമ്മർദ്ദത്തിലാക്കുകയൊടുങ്ങിയ കടൽപ്പാതയെ സ്വന്തം തന്ത്രത്തിന്റെ ഭാഗമാക്കുക, ശത്രുവിന്റെ മേൽക്കോയ്മയെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളുക, ഇതാണ് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ ഹോർമുസിൽ ഇന്ന് ലോകം കാണുന്നത് വെറും കപ്പലുകളുടെ സഞ്ചാരമല്ല, അത് പഴയ യുദ്ധരീതികൾക്കെതിരായ പുതിയ പ്രഖ്യാപനമാണ്. ടോണ്ടർ ക്ലാസ് മിസൈൽ ബോട്ടുകൾ അതിന്റെ മികച്ച ഉദാഹരണമാണ്. വലിപ്പത്തിൽ ചെറുതായിരുന്നാലും ദൂരപ്രഹരശേഷിയുള്ള ആന്റിഷിപ്പ് മിസൈലുകൾ വഹിക്കാൻ ഇവയ്ക്ക് കഴിയും. വലിയ യുദ്ധക്കപ്പലുകളെപ്പോലെ സമുദ്രത്തിൽ ദീർഘദൂര യാത്രകൾക്കല്ല ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പകരം സ്വന്തം തീരപ്രദേശത്തിനടുത്ത് വേഗത്തിലെത്തി ലക്ഷ്യത്തെ തകർത്തുമടങ്ങാനുള്ള രീതിയിലാണ് ഇവയുടെ ഉപയോഗം. ഇത് ചെറിയ രാജ്യങ്ങൾക്കും പരിമിതമായ വിഭവങ്ങളുള്ള സൈന്യങ്ങൾക്കും അനുയോജ്യമായ പ്രതിരോധ മാതൃകയായി പല സൈനിക വിദഗ്ധരും കാണുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രം തന്നെ ഇറാനെ അനുകൂലിക്കുന്നതാണ്. ഇടുങ്ങിയതും തിരക്കേറിയതുമായ ഈ ജലപാതയിൽ വമ്പൻ യുദ്ധക്കപ്പലുകൾക്ക് സ്വതന്ത്രമായി നീങ്ങുക എളുപ്പമല്ല. എന്നാൽ ചെറിയ അതിവേഗ ബോട്ടുകൾക്ക് തീരപ്രദേശങ്ങളോട് ചേർന്ന് സഞ്ചരിക്കാനും ഉൾക്കടലുകളിൽ മറഞ്ഞിരിക്കാനും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് തിരിച്ചുപോകാനും കഴിയും. അതിനാൽ തന്നെ ഇറാന്റെ ഈ കപ്പലുകൾ ഒരു സൈനിക ഉപകരണം മാത്രമല്ല, ഭൂപ്രകൃതിയെ തന്നെ പ്രതിരോധ ആയുധമാക്കി മാറ്റുന്ന തന്ത്രത്തിന്റെ ഭാഗമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ വെറും ബോട്ടുകളല്ല, അവ ഒരു സന്ദേശമാണ്. വലിപ്പം മാത്രം, ശക്തിയല്ല സാങ്കേതികത മാത്രം, മേൽക്കോയ്മയല്ല ഭീഷണി മാത്രം വിജയമല്ല. സ്വന്തം തീരത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ മനോവീര്യവും തന്ത്രബുദ്ധിയും ചിലപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തികളെയും പുനർചിന്തിപ്പിക്കാൻ കഴിയും. ഹോർമുസിൽ ഉയരുന്ന ഓരോ തിരമാലയും ഇന്ന് പറയുന്നത് അതുതന്നെയാണ്.